Welcome to Tiffany's Kitchen. ഹായ് ഡിയർ ഫ്രണ്ട്സ്, അസ്സാം വലൈക്കും. ഇന്നൊരു അടിപൊളി റെസിപ്പിയാണ് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത്. 3 വർഷം മുന്നേ ഞാൻ ഫേസ്ബുക്കിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്ന ഒരു റെസിപ്പിയാണിത്. അപ്പം അന്ന് ഫേസ്ബുക്കിൽ നിന്ന് ആ ഒരു റെസിപ്പി കണ്ട് ട്രൈ ചെയ്ത് നോക്കി അവർ ഫീഡ്ബാക്ക് തന്നിട്ടുള്ള ആ ഒരു ഫോട്ടോ സഹിതം ഫീഡ്ബാക്ക് തന്നിട്ടുള്ളതാണ് ഞാൻ ഈ ഒരു വീഡിയോയുടെ ആദ്യം ആഡ് ചെയ്തിട്ടുള്ളത്. പിന്നെ കഴിഞ്ഞ വർഷം പെൺമഷി ത്രൈമാസികയിൽ പബ്ലിഷ് ചെയ്ത് വന്നിട്ടുള്ള ഒരു റെസിപ്പി കൂടിയാണിത്. അപ്പോൾ നല്ല ടേസ്റ്റി ആയിട്ടുള്ള സ്പൈസിയോട് കൂടിയുള്ള മസാലയാണ് ഈ ഒരു കുക്കർ ഷവായ ചിക്കൻ ഉള്ളത്. അപ്പോൾ അതിനായിട്ട് ഞാനിവിടെ ഒരു മുഴുവൻ ചിക്കൻ സ്കിന്നോട് കൂടി നല്ല ക്ലീൻ ചെയ്ത് റെഡിയാക്കി വെച്ചിട്ടുണ്ട്. പിന്നെ ഒരു വലിയ സവാള ക്യൂബ്സ് ആക്കി കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. അത് നമുക്ക് അരച്ചെടുക്കാൻ എളുപ്പത്തിന് വേണ്ടിയിട്ടാണ്. പിന്നെ 2 പച്ചമുളക്, ഒരു 6 വെളുത്തുള്ളി, 3-4 ചെറിയ കഷ്ണം ഇഞ്ചി, പിന്നെ ഒരു ടൊമാറ്റോ ക്യൂബ്സ് ആക്കി വെച്ചിട്ടുണ്ട്. പിന്നെ വേണ്ടത് ഒരു വലിയ നാരങ്ങ മുഴുവനായിട്ടും പിഴിഞ്ഞെടുത്തിട്ടുണ്ട്, അതിൻ്റെ ജ്യൂസാണിത്. പിന്നെ അര മുതൽ ഒരു ടീസ്പൂൺ വരെയൊക്കെ നമുക്ക് ഗരം മസാല ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ ഇവിടെ ഒരു 3/4 ടീസ്പൂണാണ് എടുത്തിട്ടുള്ളത്. 2 ടീസ്പൂൺ കുരുമുളക് പൊടി, എരിവിനനുസരിച്ച് നിങ്ങൾക്ക് കുറക്കാവുന്നതാണ്. പിന്നെ ഒരു 2 ടേബിൾ സ്പൂൺ പുളിയില്ലാത്ത തൈര്, ആവശ്യത്തിന് ഉപ്പ്, ഒലീവ് ഓയിൽ, ഇത്രയും കാര്യങ്ങളാണ് വേണ്ടത്. അപ്പോൾ നമുക്ക് ആദ്യം ഈ മസാല ഒന്ന് റെഡിയാക്കി എടുക്കാൻ വേണ്ടിയിട്ട് നമുക്ക് മിക്സിയുടെ ജാറിലേക്ക് ഈ കാര്യങ്ങളൊക്കെ ഒന്ന് ഇട്ട് നല്ലതായിട്ടൊന്ന് അരച്ചെടുക്കാം. അപ്പോൾ ആദ്യം തന്നെ മിക്സിയുടെ ജാറിലേക്ക് നമുക്ക് ടൊമാറ്റോ, ജിഞ്ചർ, ഗാർലിക്, ഗ്രീൻ ചില്ലി, അതുപോലെ തന്നെ ഒനിയൻ, ഈ കാര്യങ്ങൾ ചേർത്ത് അതിനുശേഷം അതിനകത്തേക്ക് നമുക്ക് നമ്മൾ റെഡിയാക്കി വെച്ചിട്ടുള്ള ലെമൺ ജ്യൂസ് ഒഴിച്ചു കൊടുക്കാം. പിന്നെ ഒരു 3/4 ടീസ്പൂൺ ഗരം മസാല, കുരുമുളക് പൊടി. അപ്പോൾ ഇത് നല്ല എരിവുള്ള ഒരു മസാലയാണ് കേട്ടോ, അത്യാവശ്യം സ്പൈസി ആയിട്ടുള്ളൊരു മസാലയാണ്. അപ്പോൾ നിങ്ങൾക്ക് ഇത്രയും സ്പൈസി വേണ്ടാന്നുണ്ടെങ്കിൽ ഈ ഒരു കുരുമുളകും അതുപോലെ തന്നെ പച്ചമുളകൊക്കെ അതിനനുസരിച്ച് എടുക്കുക. അപ്പോൾ നമ്മുടെ കേടും ഇതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി ഒരു 6 ടീസ്പൂണാണ് കേട്ടോ അത്, 6 ടീസ്പൂൺ ഒലിവ് ഓയിലും കൂടെ ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ 2-3 ടേബിൾ സ്പൂൺ ഒലിവ് ഓയിൽ അത്രയും ചേർത്ത് കൊടുത്താൽ മതി. ആവശ്യത്തിന് ഉപ്പും കൂടെ ചേർത്ത് നല്ലതായിട്ടൊന്ന് അരച്ചെടുക്കണം. അപ്പോൾ ഈ ഒരു മസാല ഞാൻ ട്രൈ ചെയ്ത് നോക്കാൻ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞങ്ങൾ അബുദാബിയിൽ എൻ്റെ ഒരു ഫ്രണ്ട് ഉണ്ട്. അവരുടെ വീട്ടിൽ പോകുന്ന സമയത്ത് അവർക്ക് സ്പെഷ്യലായിട്ട് കിട്ടുന്ന ഒരു ഷവായ ചിക്കൻ ഉണ്ട്. അപ്പോൾ നല്ല ടേസ്റ്റാണ്, നല്ല സ്പൈസി ആയിട്ട് നമുക്കൊക്കെ ഇഷ്ടമാവുന്ന ഒരു അടിപൊളി ടേസ്റ്റ് ആയിട്ടുള്ളൊരു മസാലയാണ്. അപ്പോൾ അത് ഞങ്ങൾക്കൊക്കെ നല്ല ഇഷ്ടമായി. അപ്പോൾ അത് കഴിക്കാനായിട്ട് അബുദാബി പോവുകയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നടക്കുന്ന കാര്യമല്ല. അപ്പോൾ അങ്ങനെ ട്രൈ ചെയ്ത് നോക്കിയതാണ്. അപ്പോൾ ഏകദേശം സെയിം ടേസ്റ്റിൽ തന്നെ കിട്ടി ഈ ഒരു മസാല ചെയ്തപ്പോൾ. അപ്പോൾ നല്ല ടേസ്റ്റാണ്. പിന്നെ ഒരുപാട് പേര് ഇത് ട്രൈ ചെയ്ത് നോക്കുകയും ചെയ്തു. എല്ലാവരും നല്ല ഫീഡ്ബാക്കാണ് തന്നിട്ടുള്ളത്. ഇപ്പോഴും ഒരുപാട് പേര് ഇത് ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഇഷ്ടമായവർ തന്നെ വീണ്ടും വീണ്ടും ട്രൈ ചെയ്ത് നോക്കുന്നവരുണ്ട്. എൻ്റെ അടുത്ത് ഇപ്പോഴും അഭിപ്രായങ്ങൾ പറയുന്നവരുണ്ട്. നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു മസാലയാണ്. തീർച്ചയായിട്ടും നിങ്ങൾ ഒരിക്കലെങ്കിലും ഇത് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ, കാരണം അത്രയും ടേസ്റ്റാണ്. നല്ല സോഫ്റ്റായിട്ടാണ് നമുക്ക് ഈ ഒരു ചിക്കൻ കിട്ടുന്നത്. നമ്മൾ ശരിക്കും പറഞ്ഞാൽ കുക്കറിലിട്ട് ബേക്ക് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ മസാല മുഴുവനായിട്ടും പുരട്ടി ഒരു അരമണിക്കൂറെങ്കിലും നിങ്ങളിത് മാറ്റി വെക്കണം. ഇപ്പോൾ ഇതൊരു 3/4 മണിക്കൂർ ഞാൻ റെസ്റ്റ് ചെയ്യാനായിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. ഇനി അതിൽ കൂടുതൽ വെച്ചിരുന്നാലും കുഴപ്പമൊന്നുമില്ല കേട്ടോ. ഒരു 3-4 മണിക്കൂറൊക്കെ ഫ്രിഡ്ജിൽ നമുക്ക് മസാല പുരട്ടി വെക്കാവുന്നതാണ്. അപ്പോൾ അരമണിക്കൂർ എന്തായാലും വെക്കണം. അതിൽ കുറവായിരുന്നാൽ അത്ര പെർഫെക്റ്റ് ആയിട്ട് കിട്ടില്ല. ഇനി കുക്ക് ചെയ്ത് വരുമ്പോൾ നമ്മൾ ചിക്കൻ ആകെ വൃത്തികേടാവാതിരിക്കാൻ വേണ്ടിയിട്ട് നമുക്കതിൻ്റെ കാല് രണ്ടൊന്ന് പിടിച്ച് കെട്ടാം. അപ്പോൾ കെട്ടിയിട്ട് ബാക്കിയുള്ള ത്രെഡ് നമുക്ക് കട്ട് ചെയ്ത് കളയാം. അപ്പോൾ കുക്കായി കഴിയുമ്പോൾ കാലിങ്ങനെ രണ്ടും 2 സൈഡിലേക്ക് പോകും. അതിന് വേണ്ടിയിട്ടാണ്, അത് ഇല്ലാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മളത് കെട്ടിയിട്ടുള്ളത്. അപ്പോൾ പ്രീ ഹീറ്റ് ചെയ്തിട്ടുള്ള കുക്കറാണ് കേട്ടോ. അതിനകത്തേക്ക് അല്പം ഓയിൽ ഒഴിച്ച് കൊടുത്തിട്ട് നമ്മുടെ ചിക്കൻ അതിലേക്ക് വെച്ച് കൊടുക്കുക. ബാക്കിയുള്ള മസാല മുഴുവൻ ആ ചിക്കൻ്റെ മുകളിലേക്ക് വെച്ച് കൊടുക്കാം. കുക്കർ അടച്ച് വിസിൽ അഴിച്ചു വെക്കണം. അപ്പോൾ വിസിലിടരുത്. നമ്മൾ എങ്ങനെയാണോ ഒരു കേക്ക് ബേക്ക് ചെയ്തെടുക്കുന്നത് അതേ മെത്തേഡിലാണ് നമ്മളിത് ചെയ്യുന്നത്. പ്രീ ഹീറ്റ് ചെയ്തിട്ടുള്ള കുക്കറിലേക്കാണ് ചിക്കൻ വെച്ചത്. ഒരു 15 മിനിറ്റ് കഴിയുമ്പോൾ നമുക്കൊന്ന് തുറന്ന് നോക്കാം. അപ്പോൾ ഏകദേശം അതിൻ്റെ അടിവശം നല്ലതായിട്ടൊന്ന് കുക്കായിട്ടുണ്ടാവും. പൊതുവേ ചിക്കൻ നല്ലതായിട്ട് സോഫ്റ്റായി വന്നിട്ടുണ്ടാവും. മസാല ആ ഒരു അടിവശം നല്ലതായിട്ട് ബ്രൗൺ ആയിട്ട് വന്ന് ആ ഒരു ചിക്കനിൽ പിടിച്ചിട്ടുണ്ടാവും. അപ്പോൾ നമുക്കൊന്ന് തിരിച്ചിട്ട് കൊടുക്കാം. ഇതിൻ്റെ ആ ഒരു ബാക്ക് സൈഡും കൂടെ നമുക്കൊന്ന് ബ്രൗൺ ആയിട്ട് കിട്ടാൻ വേണ്ടിയിട്ട്. ചിക്കൻ ഓൾറെഡി നല്ല സോഫ്റ്റായി തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. നല്ല സോഫ്റ്റ് ആണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അടിപൊളി നല്ല സ്പോഞ്ച് പോലെ ആയിട്ടാണ് നമുക്ക് ചിക്കൻ കിട്ടുന്നത്. പിന്നെ നല്ലതായിട്ട് മസാലയൊക്കെ പിടിച്ച് നല്ല സ്പൈസി ആയിട്ട് നല്ല അടിപൊളി ടേസ്റ്റുള്ളൊരു ചിക്കനാണ്. തീർച്ചയായിട്ടും നിങ്ങൾ ഒരിക്കലെങ്കിലും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഒരു തവണ നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഇടയ്ക്കിടയ്ക്ക് ഇത് ഉണ്ടാക്കി നോക്കും. കാരണം അത്രയും ടേസ്റ്റാണ്, ഉണ്ടാക്കാനായിട്ട് വളരെ എളുപ്പമാണ്.
ഇപ്പോൾ ഒരു 15 മിനിറ്റ് കൂടെ ഞാൻ മൂടി വെച്ചിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ കുക്കറിൽ നിന്ന് നോക്കുമ്പോൾ നമുക്ക് കാണാം ആ ഒരു ചിക്കനിലുള്ള ഓയിലും അതുപോലെ തന്നെ ചിക്കനിൽ നിന്നുള്ള വെള്ളമാണ് നമുക്ക് ഈ കുക്കറിൽ ഇറങ്ങി വന്നിട്ടുള്ളത്. ഇപ്പോൾ ഏകദേശം നമ്മുടെ ചിക്കൻ കുക്കായിട്ടുണ്ട്. അപ്പോൾ തിരിച്ചും മറിച്ചും നമുക്കൊരു 10 മിനിറ്റ് 15 മിനിറ്റ് ഇങ്ങനെ മൂടി വെച്ച് കുക്ക് ചെയ്തെടുക്കാം. ഞാൻ സാധാരണ കുക്ക് ചെയ്യുന്നത് മറ്റൊരു കുക്കറിലാണ് കേട്ടോ. ഇങ്ങനെ അകത്തു നിന്ന് അടക്കുന്ന കുക്കറിലല്ല കുക്ക് ചെയ്യാറുള്ളത്. അപ്പോൾ ഇന്നിപ്പോൾ ഞാൻ ഈ ഒരു കുക്കറിലായത് കാരണം തന്നെ ഞാൻ ജസ്റ്റ് ഇതിനെ ഒന്നൊരു പാനിലേക്ക് മാറ്റുകയാണ്. കാരണം നിങ്ങൾക്കിത് ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് തുറന്ന് കാണിച്ച് തരുമ്പോൾ എനിക്ക് കുക്കർ ചെരിച്ച് പിടിക്കേണ്ടി വരികയാണ്. അപ്പോൾ ഞാനതൊന്ന് വേറൊരു പാനിലേക്ക് ഇടാമെന്ന് വെച്ചു. ഇപ്പോൾ ചിക്കൻ ഓൾറെഡി കുക്കായി. ഇനി നമുക്കിതിൻ്റെ മസാല മുഴുവനായിട്ട് ഈ ചിക്കനിൽ പിടിപ്പിച്ച് നല്ലതായിട്ട് ഒട്ടും തന്നെ മസാല ബാലൻസ് ഇല്ലാണ്ട് ആ കംപ്ലീറ്റ് മസാലയും ഈ ചിക്കനിൽ പെരണ്ട് നിൽക്കുന്ന വിധത്തിൽ നമുക്ക് മുഴുവനായിട്ട് ഇതിനെ ഒന്ന് തിരിച്ചു മറിച്ച് ഇട്ട് കൊടുത്ത് ഈ ഒരു മസാല മുഴുവനായിട്ട് ഇതിൻ്റെ മുകളിൽ കവർ ചെയ്തുകൊണ്ട് നമുക്കിതിനെ ഒന്ന് കുക്ക് ചെയ്തെടുക്കാം. അപ്പോൾ ഇനി തിരിച്ചു മറിച്ചൊക്കെ ഇട്ട് കൊടുക്കുന്ന സമയത്ത് നല്ലതായിട്ട് ശ്രദ്ധിച്ചിട്ട് വേണം ചെയ്യാൻ വേണ്ടിയിട്ട്. കാരണം നല്ല കുക്കായിട്ടുള്ള ചിക്കനാണ്, നല്ല സോഫ്റ്റായിട്ട് ഇരിക്കുകയാണ്. അപ്പോൾ അതിൻ്റെ കാലും കൈയൊക്കെ വിട്ടു പോരാൻ ചാൻസ് ഉണ്ട്, പീസൊക്കെ വിട്ടു പോരാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ ശ്രദ്ധിച്ചിട്ട് മാത്രം ചെയ്യുക. ലോ ഫ്ലെയിമിൽ ഇടാണ്ട് ഹൈ ഫ്ലെയിമിൽ ഇട്ടിട്ട് ചെയ്യുക ഈ ഒരു സമയമാകുമ്പോൾ. അപ്പോൾ ഫസ്റ്റ് ടൈമിലൊക്കെ നമ്മൾ ചെയ്യേണ്ടത് ലോ ഫ്ലെയിമിലായിരുന്നു. ഇപ്പോൾ നമ്മൾ ഹൈ ഫ്ലെയിമിലാണ് ചെയ്യുന്നത്. കാരണം മസാല ജസ്റ്റ് ഇനി ഇതിൽ കവർ ചെയ്യാമെന്ന് മാത്രമേ ഉള്ളതുള്ളൂ. അപ്പോൾ ഞാൻ കുക്കറിൽ നിന്ന് മാറ്റാൻ കാരണം നിങ്ങൾക്ക് കാണിച്ചു തരാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. അപ്പോൾ നമ്മുടെ ചിക്കൻ റെഡി ആയിട്ടുണ്ട്. നല്ല സോഫ്റ്റ് ആയിട്ടുള്ള അടിപൊളി ചിക്കനാണ്. ഒരിക്കൽ കൂടെ പറയുകയാണ്, നിങ്ങൾ ഒരു തവണയെങ്കിലും ട്രൈ ചെയ്ത് നോക്കണം. സൂപ്പർ ടേസ്റ്റാണ്. ഇപ്പോൾ ഇതിലേക്ക് ഞാനിവിടെ റെഡിയാക്കി എടുത്തിട്ടുള്ളത് കുബൂസും ഹമ്മൂസും അതുപോലെ തന്നെ മുത്തബ്ബലുമാണ്. ഇതൊക്കെ നമ്മൾ ഹോം മെയ്ഡായിട്ട് ചെയ്തിട്ടുള്ളത് തന്നെയാണ്. ഇതിൻ്റെ എല്ലാ റെസിപ്പി നമ്മൾ തസ്നീസ് കിച്ചണിലും മുൻപ് അപ്ലോഡ് ചെയ്തിട്ടുള്ളത് തന്നെയാണ്. വേണമെന്നുണ്ടെങ്കിൽ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. ഒരുപാട് പേര് ട്രൈ ചെയ്ത് നോക്കി നല്ലൊരു ഫീഡ്ബാക്ക് തന്നിട്ടുള്ള റെസിപ്പിയാണ്. അപ്പോൾ തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കാൻ മറക്കരുത്. വീണ്ടും നല്ല നല്ല റെസിപ്പിയുമായിട്ട് ഇൻഷാ അല്ലാഹ് നമുക്ക് കാണാം. താങ്ക്